ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റൈഡ് ബൈ വയർ. അപ്പോൾ നമ്മൾ കുറച്ച് നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളിന്ന് നേരെ മൂന്നാറിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ യൂഷ്വലി നമ്മളെ കൂടെ വരാറുള്ള ആ ഒരു പുള്ളിയല്ല ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. വേറെ പുതിയ രണ്ടുപേര്, പുതിയതല്ല, നമ്മുടെ ലാസ്റ്റ് ഇൻ്റർസെപ്റ്റർ വീഡിയോയിൽ നമ്മൾ പെട്രോളൊക്കെ തീർത്ത് വഴിയിലായപ്പോൾ രക്ഷിച്ച രണ്ടുപേരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ടുപേരാണെന്നുള്ളത് ആദിത്യനും നന്ദുവും. അപ്പോൾ പറഞ്ഞല്ലോ നേരെ മൂന്നാറിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ബുള്ളറ്റിൽ ഓൾ സെറ്റാണ്, ബുള്ളറ്റ് റൈഡറാണ്. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് GS 310 ആണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വണ്ടിയിലെ ഫസ്റ്റ് ലോങ് റൈഡാണ്. അപ്പോൾ ഇതിന് ശേഷം ഈ ഒരു വണ്ടിയുടെ റിവ്യൂ അങ്ങനെ നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് യാത്ര തിരിക്കാം. ഇപ്പോൾ സമയം ഏകദേശം 5:51 ആയി. ഒരു വെളുപ്പാൻ രാവിലെ 4 മണിക്ക് അല്ലെങ്കിൽ ഒരു 5 മണിക്കെങ്കിലും തിരിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒന്നും നടന്നില്ല. രാത്രി കിടന്നപ്പോൾ ലേറ്റായി. ഇപ്പോൾ രാവിലെ എണീച്ചപ്പോൾ നല്ല മഴയുണ്ട്. ഇപ്പോഴും ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. അപ്പോൾ നല്ല മഴയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്ളോഗിനെ അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ തുടങ്ങിയത് കിളിമാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുന്ന് നേരെ മൂന്നാറാണ്. അവിടെ പോയിട്ട് ഏതൊക്കെ സ്ഥലം കാണണം, എന്തൊക്കെ ചെയ്യണമെന്ന് എൻ്റെ കൂടെ ഉള്ളൊരു ഫ്രണ്ടാണ്. അവൻ നോക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. എന്താവുമെന്ന് കണ്ടറിയാം. വലിയ പ്ലാനിങ് ഒന്നുമില്ല കേട്ടോ. അങ്ങ് പോകുന്നു, കാണുന്നു, അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമുക്ക് ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കാം. ഫുൾ ടാങ്ക്. ഓ, അവൻ്റെയിലും ഫുൾ ടാങ്കാണ് അടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ടൈമാണ് നമ്മളെ വണ്ടിയിൽ ഫുൾ ടാങ്ക് അടിക്കുന്നത്. എത്രയ്ക്ക് അടിച്ചു? 958. ഓൾറെഡി ഇതിനകത്ത് കുറച്ച് പെട്രോൾ ഉണ്ടായിരുന്നു. കുറച്ചേ കുടിക്കുള്ളൂ അല്ലേ? കണ്ടറിയാം. അതെന്താടാ കുടിക്കണ? ഓ, ഇതിനെക്കാട്ടി ആയല്ലേ. അതെന്ത് പറ്റിച്ചാടാ അവൻ കൊണ്ടുവന്ന? അപ്പോൾ അങ്ങനെ നമ്മൾ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് അങ്ങോട്ടുള്ള യാത്ര തിരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് നേരെ തിരുവല്ല. അവിടെ നിന്ന് എന്തോ റൈറ്റ് എടുക്കണം. എനിക്ക് വഴി കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ പോകാൻ പോകുന്നത്. എന്തായാലും തിരുവല്ല വരെ സ്ട്രെയിറ്റ് ആണ് പോകാൻ പോകുന്നത്. ഞാൻ ആക്ച്വലി ഇതുവരെ മൂന്നാറൊന്നും പോയിട്ടില്ല കേട്ടോ. അതായത് പോയിട്ടേ ഇല്ല. ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ട്. അവർ വീട്ടുകാരുടെയൊക്കെ 1-2 തവണയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ മൂന്നാർ പോയിട്ടേ ഇല്ല. പക്ഷെ വീട്ടുകാരത്ത് ചോദിച്ചാൽ അവർ പറയും കൊച്ചിലെ കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ കൊണ്ടുപോയിട്ടുണ്ട്, ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്, എല്ലായിടത്തും കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയും. പോയിട്ടുണ്ടാവും ആക്ച്വലി. അപ്പോൾ ചെറുതായിരുന്നില്ല, എന്തായാലും ഓർമ്മയില്ല. അപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ള എൻ്റെ ഫസ്റ്റ് മൂന്നാർ ട്രിപ്പാണ്. ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ആണെന്നൊക്കെയാണ് കേൾക്കുന്നത്. മഴയുണ്ട്, അപ്പോൾ നല്ല തണുപ്പാണ്, നല്ല കോടയൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ മൊത്തത്തിലൊരു 3 ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇന്ന്, നാളെ, മറ്റന്നാൾ തിരിച്ച് റിട്ടേൺ ആയിരിക്കും. അപ്പോൾ 2 ദിവസത്തെ സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ മഴ ട്രിപ്പിനൊരു പ്രശ്നമാകുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം എന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ ആക്ച്വലി മഴയുണ്ട്. കുറച്ചുകൂടെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാവും. പക്ഷെ എന്ന് വെച്ച് മഴ ഇല്ലെങ്കിലും രസമില്ല അല്ലേ? ഇത്ര മഴ കുഴപ്പമില്ല, ഇതൊരു വൈബാണ്. പക്ഷെ പെരുമഴ ആയിക്കഴിഞ്ഞാൽ പറയണ്ടല്ലോ.
കഴിക്കാന്ന് ചോദിക്കേ. റെസ്റ്റോറൻറ്റ്, അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു കേട്ടൂടാ. അവിടെ കഴിക്കാൻ നമുക്ക് മഴയില്ല. നാനേ അവിടെ ഇരുന്നതിന് ഇപ്പോൾ വെറുതെ നനയുന്ന എന്തിനാ? അല്ലേ ആണോ? എനിക്ക് മുട്ടക്കറിയാ. എനിക്കൊരു വെജിറ്റബിൾ കറി. ആ, ഒരു മുട്ടക്കറി. രണ്ട് മുട്ടക്കറി ഒരു വെജിറ്റബിൾ.
എന്തോ അത് നിന്റെ ആയിരിക്കും. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അതായത് എന്താ പറയുക, ഇത്രയും നേരം മഴയായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നല്ല മഴയായിരുന്നു. അപ്പോൾ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. റെയിൻ കോട്ടൊന്നും ഇല്ല കേട്ടോ, ആരെയും റെയിൻ കോട്ടൊന്നുമില്ല. അപ്പോൾ വെയിറ്റ് ചെയ്തു, അപ്പോഴത്തേക്കും കുറയുന്നില്ല. പിന്നെ രണ്ടും കൽപ്പിച്ചൊരു കവറും ചാക്കും ഒക്കെ എടുത്ത് ലഗേജൊക്കെ അങ്ങ് പൊതിഞ്ഞ് നമ്മൾ രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങി. പിന്നെ ഇപ്പോഴാണൊന്ന് മഴ കുറഞ്ഞത് ഇപ്പോൾ. അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ ഗോപ്രോയുടെ മൈക്കൊക്കെ എടുത്ത് അറ്റാച്ച് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് മൂന്നാറിലേക്ക് 50 കിലോമീറ്റർ അടുപ്പിച്ച് എന്തോ ഉണ്ട്. പക്ഷേ ഈ റോഡ് കൊള്ളാം കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ ഫുള്ള് ട്രാഫിക്കും, പിന്നെ പതുക്കെ വരാൻ പറ്റും. അതായത് നമ്മുടെ വണ്ടി പുതിയതായതുകൊണ്ടും ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടും നമുക്ക് RPM അധികം കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ പതുക്കെ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മൊത്തത്തിൽ ചടങ്ങായിരുന്നു സത്യത്തിൽ ഇങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. മഴ, ക്യാമറ, ലാപ്ടോപ്പ്, അങ്ങനത്തെ ഗാഡ്ജറ്റ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് മഴ അങ്ങനെ നനയാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതാണ്. നല്ല ലേറ്റായി വെച്ചാൽ നല്ല ലേറ്റായി. നമ്മൾ ഒരു ഉച്ചയ്ക്കൊക്കെ എത്തിയിട്ട് ഫ്രഷായി ഇറങ്ങാം. കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ എത്തി ഫ്രഷായിട്ട് നേരെ എന്തെങ്കിലുമൊക്കെ കാണാനായിട്ട് പോവാം എന്ന് പറഞ്ഞിരുന്ന. പക്ഷെ ഇനി എനിക്ക് തോന്നുന്നു നമ്മൾ ഈ 50 കിലോമീറ്റർ അവിടെ എത്തുമ്പോൾ വൈകിട്ടാവും. പിന്നെ നമ്മൾ ഫ്രഷായി കഴിയുമ്പോൾ മിക്കവാറും ഇരുട്ടും. അപ്പോൾ പിന്നെ ഇന്നൊരു സൈറ്റ് സീയിങ് ഇനി നടക്കുമോ എന്ന് എനിക്കറിയില്ല. പോണ വഴിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് പോവാം. വെള്ളച്ചാട്ടം നല്ല വെള്ളമായിരിക്കും. അപ്പോൾ അവർ പറയുന്നത് ഇതിനെപ്പറ്റി ഒന്ന് ഇറങ്ങി കാണണ്ട, പോവാം എന്നാണ്. എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഹോട്ടലെത്തിയാൽ മതി എന്നായി. അതുകൊണ്ടാണ്. ഇപ്പോൾ സാരമില്ല, മൂന്നാറല്ലേ, നമുക്ക് ഇനിയും വെള്ളച്ചാട്ടങ്ങളൊക്കെ കിട്ടും. ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ ഒരു കുരങ്ങ എൻ്റെ ബാക്കിലും ഇരിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഒരു കണ്ണാടിയൊക്കെ വെച്ച് വേറെ ലെവൽ ലുക്കായിട്ടൊക്കെ ഇരിക്കുകയാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. അതായത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ ഫൂട്ടേജിൽ നിങ്ങൾക്ക് കാണാതിരുന്നിരിക്കും, നല്ല മഞ്ഞുണ്ട്. അതായത് അത്രയും മഴയായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിയുമ്പോൾ മഞ്ഞ് വരുമല്ലോ, നല്ല മഞ്ഞുണ്ട്. അപ്പോൾ മേളിൽ വേറെ ലെവൽ എന്താ പറയുക, കോടയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആയിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ എന്താ പറയുക, ബാക്കി എല്ലാ ചെറിയ ചെറിയ അരുവികളും ഒഴിവാക്കി നമ്മളിവിടെ വന്നത് ഈ ഒരു വാട്ടർഫോൾ കാണാനായിട്ടാണ്. അപ്പം ഈ വാട്ടർഫോളിൻ്റെ പേരെന്ന് പറയുന്നത് ചീയപ്പാറ വാട്ടർഫോൾ എന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഞാനതൊരു വീഡിയോയിലോ ആരോ പോയതോ അങ്ങനെ എന്തോ കേട്ടിട്ടുണ്ടോ ആ ഒരു വാട്ടർഫോളിൻ്റെ പറ്റി. അന്നേ ഞാൻ കാണണമെന്ന് നല്ല ആഗ്രഹിച്ചിരുന്നു കേട്ടോ. കാരണം നല്ല പൊക്കത്തിൽ നിന്ന് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ സത്യത്തിൽ. എന്താ പറയുക, ചുമ്മാ അങ്ങ് പാസ് ചെയ്ത് പോവുമായിരുന്നു. പക്ഷേ എന്തായാലും നിർത്തി ഇത് കാണാതെ എങ്ങനെ പോകാൻ പറ്റുമല്ലേ, ഒരു രക്ഷയില്ല. നല്ല പൊക്കമുണ്ട് കേട്ടോ. അപ്പോൾ ആ പോകുന്ന വെള്ളമാണ് ഈ താഴെ കൂടെ ആയി പോകുന്നത്. നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ ഇറങ്ങി കുളിക്കാനൊന്നും ആരെയും അനുവദിക്കത്തില്ല എന്ന് തോന്നുന്നു. കാരണം ആരും അതിന് മുതിരുന്ന പോലുമില്ല. നല്ല ഫോഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അടുത്തോട്ട് പോയി കണ്ടു നോക്കാം. കൊള്ളാം. അപ്പോൾ ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും നല്ല ഉയരത്തിൽ നിന്നാണ് വരുന്നത്. ദൂരം നിന്ന് കാണുമ്പോൾ നമുക്ക് അത്രയും മനസ്സിലാവത്തില്ല. നല്ല ഉയരത്തിൽ നിന്നാണ് കേട്ടോ വരുന്നത്. പക്ഷെ വെള്ളം അത്രയ്ക്കില്ലാതെ തോന്നുന്നല്ലേ, എന്തോ എനിക്ക് തോന്നിയായിരിക്കും. നല്ല വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം എന്താ പറയുക, മൂന്നാർ വന്നിട്ട് നമ്മൾ പ്രത്യേകിച്ച് പോയി കണ്ടുപിടിക്കേണ്ടതായിട്ടൊന്നുമില്ല. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ മൂന്നാറൊക്കെ എത്തുന്നതിന് ഇവിടുന്ന് ഇനിയൊരു 40 കിലോമീറ്റേഴ്സ് എന്തോ ഉണ്ട് മൂന്നാർ പോകാനായിട്ട്. അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ളതാണ് ഈ ഒരു ചീയപ്പാറ വാട്ടർഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു എൻ്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരു കുരങ്ങൻ, എൻ്റെ വണ്ടിയുടെ ബാക്കിൽ കയറിയിരിക്കുന്ന ഒരു കുരങ്ങൻ എന്ന് പറഞ്ഞ ഇതായിരുന്നു. ഇതാണ് നന്ദഗോപാൽ. ആൾ കുറച്ച് റഫ് ആൻഡ് ടഫൊക്കെയാണ്, മുഖമൊന്നും കാണിക്കത്തില്ല എന്നാണ്.
അങ്ങനെ നമ്മൾ നമ്മുടെ ചീയപ്പാറ വാട്ടർഫോൾസിനോട് വിട പറയുകയാണ്. അപ്പോൾ ശരി. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല മഞ്ഞ് വന്നു തുടങ്ങി. ഇനി എന്താ പറയുക, കുറച്ച് കഴിയുമ്പോൾ ഇത് ഫുള്ളിങ്ങനെ കവേർഡായിട്ട് വരണം. അതാണ് എൻ്റെ ഒരു എന്താ പറയുക ആഗ്രഹം. പക്ഷേ അത്രയും വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഇവിടെയൊക്കെ ഒരു മഞ്ഞ് വന്നു തുടങ്ങി കേട്ടോ. മൊത്തത്തിൽ ആ ഒരു പുകച്ചിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല തണുപ്പുമുണ്ട്. എനിക്ക് ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ നല്ല തണുപ്പ് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷേ വേറെ ലെവലുള്ള ചാട്ടം. അപ്പോൾ നമ്മൾ വേറെ ഒരു വെള്ളച്ചാട്ടം കൂടെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങളുടെ ഒരു കേന്ദ്രം തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ. പക്ഷേ ആ ഒരു വെള്ളച്ചാട്ടം ഒരു രക്ഷയില്ല കേട്ടോ. കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. എന്ത് ഉയരത്തിൽ നിന്നാണ് വരുന്നതെന്ന് നോക്കും. അതും ഒരുപാട് വെള്ളമുണ്ട്. ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പേരൊന്നും എനിക്കിപ്പോൾ പറയാനായിട്ട് അറിയില്ല. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു എന്താ പറയുക, നല്ല കളർ വ്യത്യാസമുണ്ട്. ഇവിടുന്ന് പോകുന്ന വെള്ളമൊക്കെ നല്ല പ്യൂറായിട്ടാണ് പോകുന്നത്. പക്ഷെ ഇതിൽ ആ ഒരു മണ്ണിൻ്റെ ആ ഒരു നിറം നമുക്കതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത്രയും ഫോഴ്സിലുള്ള മണ്ണ് അത്രയും കൂടെ കൊണ്ടുവരികയാണെന്ന് തോന്നുന്നു. മൂന്നാറിൽ വെള്ളച്ചാട്ടത്തിന് ഒരു ക്ഷാമവും ഇല്ലെന്ന് തോന്നുന്നു. അതും ഇപ്പം മഴയൊക്കെ പെയ്ത ആ ഒരു സമയമാണെന്ന് തോന്നുന്നു. ഒരു ഡാം തുറന്നു വിട്ട പോലെ ഉണ്ടല്ലേ. ബാഹുബലി 3 ഷൂട്ട് ചെയ്യാം. പോവാം. എന്താണ്, പോവാം. അപ്പോൾ അങ്ങനെ ആ ഒരു വെള്ളച്ചാട്ടത്തോട് നമ്മൾ വിട പറഞ്ഞിട്ട് ഇങ്ങനെ മൂന്നാറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. സത്യത്തിൽ നമ്മളിന്ന് ഉച്ചയ്ക്ക് നമ്മുടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യേണ്ടതാണ്. ഇതുവരെ നമ്മളൊരു എന്താ പറയുക, ഇപ്പോൾ എത്ര മണിയായി, ഏകദേശം 16, അതായത് 4 മണിയായിപ്പോൾ ഇതുവരെ നമ്മൾ ആ ഒരു പരിസരത്തോട്ടേ എത്തിയിട്ടില്ല. ഇപ്പോൾ റൂമൊക്കെ അവിടെ ഉണ്ടാവുമോ എന്തോ, കാണുമായിരിക്കും. എന്തായാലും അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ അഡ്വാൻസ് തിരിച്ചു കിട്ടണം. ഇതാണോ അല്ലേ യൂക്കാലി മരങ്ങള്? യൂക്കാലി മരങ്ങള് ഡാമാണോ? ഡാമടാ, പെൻസ്റ്റോക്കാണ്. ഓ, ഇവിടെ ഒന്നും രക്ഷയില്ല. മേ ബി എൻ്റെ ഫസ്റ്റ് മൂന്നാർ ട്രിപ്പ് ആയതുകൊണ്ടായിരിക്കാം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതായത് ഇത്രയും ഭയങ്കര എക്സൈറ്റഡ് മാത്രമല്ല, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഇപ്പോഴേ കിട്ടി. എന്താ പറയുക, ഞാനൊന്ന് നേരെ വന്ന് കണ്ട് എടുത്ത് എവിടെയും പോയി പോലുമില്ല, എന്നിട്ടും എനിക്ക് ആ സാറ്റിസ്ഫാക്ഷൻ ഇപ്പോഴേ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയുക, മഴ ചതിക്കാതിരുന്നു കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നവും ഇല്ല.
നമ്മൾ പറഞ്ഞല്ലോ എന്താ പറയുക, ഉച്ചയ്ക്ക് 12 മണിക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ട ആൾക്കാരാണ്. ഇപ്പോൾ ഏകദേശം 6:17 ഇപ്പോഴും വഴിയിലാണ്. ഇനിയിപ്പോൾ വേറെ ഒന്നും ഉണ്ടാവില്ല. നേരെ ചെല്ലുന്നു, കുളിക്കുന്നു, കിടന്നുറങ്ങത്തൊന്നുമില്ല കേട്ടോ. വേറൊരു ഫീലാണല്ലോ. ഇനി എപ്പോൾ ഉറക്കം വരും അങ്ങനെയൊന്നും അറിയില്ല. പിന്നെ ക്ഷീണം ഉണ്ടാവും, അതുകൊണ്ട് പറയാൻ പറ്റില്ല. എന്നാലും കുറേ നേരം സംസാരിച്ചിരിക്കുക, അവിടുത്തെ കുറേ വ്യൂ ഒക്കെ കാണുക, കുറച്ച് നടക്കുക, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിലെ പ്ലാൻ. ഇനി ഈ മടിയന്മാർ നേരെ പോയി കിടന്ന് ഉറങ്ങുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇതാണ് ആ യൂക്കാലി മരങ്ങൾ. അതായത് മൂന്നാറിൽ ഫുള്ള് യൂക്കാലി മരങ്ങളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ഇതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞു തരിക, അല്ലെങ്കിൽ ക്ഷമിക്കുക. കാരണം എനിക്ക് അങ്ങനെ മരങ്ങൾ നോക്കി തിരിച്ചറിയാനുള്ള വലിയ കഴിവൊന്നുമില്ല. ഭാഗ്യത്തിന് മൂന്നാറിൽ എന്താ പറയുക, കയറിക്കഴിഞ്ഞാൽ മഴയൊന്നുമില്ല കേട്ടോ. അതാണ് ആൾക്കൂടെ ഉള്ളൊരാശ്വാസം. ഇല്ലെങ്കിൽ പെട്ടുപോയേനെ. മൂന്നാറിനി 3 കിലോമീറ്റർ, പൂതമേട് റൈറ്റിലോട്ടാണ് 5 കിലോമീറ്റേഴ്സ്. പിന്നെ നമ്മളെ തേയിലത്തോട്ടം പറയണ്ടല്ലോ, എവിടെ നോക്കിയാലും തേയിലയാണ്. അതൊരു എന്താ പറയുക, പ്രത്യേക ഭംഗിയാണ്. ആ ഒരു എന്താ പറയുക, അടുത്തുനിന്ന് കാണാൻ അത്ര ഭംഗിയില്ല കേട്ടോ. ദൂരത്ത് കാണാൻ നല്ല രസമാണ്, ലെയർ ബൈ ലെയർ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. ഒരു രക്ഷയില്ല. വേറെ ഏതോ ഒരു രാജ്യത്തെത്തിയ ഫീലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് നിങ്ങൾ റൂം ബുക്ക് ചെയ്യാതെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എങ്കിലും പേടിക്കേണ്ടതായിട്ടില്ല. അതായത് ഫുള്ള് റൂംസാണ് കേട്ടോ. അതായത് ഫുള്ള് റൂംസാണെന്നല്ല, ഫുൾ ആൾക്കാരാണ്. നമ്മളിങ്ങനെ വന്നാൽ മതി, പിടിച്ചെടുത്തോണ്ട് പോയിക്കോളൂ. ആ രീതിയിലാണ് ആൾക്കാർ നിൽക്കുന്നത്. ഇപ്പോൾ ഒരാൾ സൈഡിൽ നിന്ന് ഇങ്ങനെ എന്തോ വിളിച്ച് പറയുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ടിക്കറ്റ് എടുക്കണോ, പാസ് എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്ലോ ചെയ്തു. അപ്പോൾ റൂമാണെന്ന് മനസ്സിലായി. അപ്പോൾ വേണ്ട, നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോയി. അപ്പോൾ അയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്കൂട്ടറിൽ പുറകെ വരുന്നത്, റൂം തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയ്ക്കാണ് ഇവിടുത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെന്തായാലും റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റൂം കുറച്ചുകൂടെ ചീപ്പായിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ വരുന്ന വഴിക്ക് 999 എന്ന് പറഞ്ഞിട്ടൊക്കെ റൂംസ് ഉണ്ടായിരുന്നു അവൈലബിൾ. ഇവിടെ വന്നിട്ട് എ സിയുടെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് സത്യത്തിൽ തോന്നുന്നില്ല കേട്ടോ. എ സി ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ അത്രയ്ക്ക് തണുപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. എ സിയുടെ ആവശ്യമില്ല, വേറെ ലെവൽ തണുപ്പാണ് ഇവിടെ. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്ന CSI ചർച്ച എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ചർച്ച ഞാൻ ഇവിടെ വരണം എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പറ്റുമെങ്കിൽ നമുക്ക് നാളെ വന്ന് ഇവിടെ വിസിറ്റ് ചെയ്യാം. എന്തോ എനിക്ക് ചർച്ചിൽ പോകുന്ന അങ്ങനെ വേറെ ഒരു ശീലമൊന്നുമില്ല. എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ വരുന്ന മിക്കുള്ളവർ ഈ ഒരു ചർച്ചിൽ വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരനുവദിക്കുമെങ്കിൽ നമുക്ക് നാളെ വന്ന് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും ഇങ്ങോട്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കേരളത്തിലുള്ള മിക്ക ആൾക്കാരും ഇവിടെ ഉണ്ടെന്ന് തോന്നിപ്പോൾ ഇവിടെ വന്ന്. ഇതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ പ്രശ്നം. അവരുടെ നാട്, അവരുടെ റോഡ്, ആ ഒരു രീതിയാണ്. അപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഒതുങ്ങി പോവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വ്ളോഗ് തൊട്ട് എന്താ പറയുക, മെയിനായിട്ട് നമ്മൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും വിസിറ്റ് ചെയ്യുന്നത്. വലുതായിട്ട് ട്രാവലിൻ്റെ ഇതൊന്നും കാണത്തില്ല. ഫോണൊക്കെ എങ്ങനെ ഇരിക്കണമെന്നാ, കഴുകി എടുക്കണം.
അപ്പോൾ നമ്മളങ്ങനെ ഒരു വലിയ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. റൂമൊക്കെ പോയി കണ്ടു. അവർക്ക് കുഴപ്പമില്ല. വണ്ടി രാവിലെ എടുത്ത ഒരു രീതിയിലല്ല ഇപ്പോൾ ഇരിക്കുന്നത്. പുതിയ വണ്ടിയാണെന്ന് കണ്ടാൽ പറയുമോ, ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്തായാലും തിരിച്ച് പോയിട്ട് നല്ല രീതിക്ക് ഒന്ന് സർവീസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിന്ന് ടോട്ടൽ 253 കിലോമീറ്ററാണ്, പ്ലസ് അത് കുറച്ച് അല്ലാതെ ഓടിയിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ആ ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചതിന് ശേഷം നമ്മൾ ഓടിയിരിക്കുന്നത്. കുഴപ്പമില്ല. എന്തായാലും ഈ ഒരു വണ്ടി ആയതുകൊണ്ടായിരിക്കും നമുക്ക് അത്രയും ഒരു ക്ഷീണമൊന്നും തോന്നുന്നില്ല. ബാക്കി കാര്യങ്ങൾ നമുക്ക് റൂമിൽ ചെന്നിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ സേഫായിട്ട് ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമെന്ന് പറയുന്നത്. ഈ ഹോട്ടലിൻ്റെ പേര് ഈഡൻ ഹോളിഡേയ്സ് എന്നാണ്. അവരെല്ലാം പൊളിച്ചെടുത്ത് തുടങ്ങി. അപ്പോൾ 2 ദിവസത്തേക്കാണ് നമ്മൾ ഈ റൂം ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ 2200 ആണ് കോസ്റ്റ് വരുന്നത് 2 ദിവസത്തേക്കും കൂടെ. അത്യാവശ്യം നല്ലൊരു ബാത്റൂം ഉണ്ട്. പിന്നെ നമുക്ക് വണ്ടിയൊക്കെ സേഫായിട്ട് ഒരിടത്ത് വെക്കാൻ കഴിഞ്ഞു. അത് തന്നെ വലിയ കാര്യം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ ഇപ്പോൾ സമയം 9:15 നമ്മൾ നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ ഇറങ്ങി. ഉറക്കം എണീക്കാൻ കുറച്ച് താമസിച്ചു കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷമല്ലോ ഒരു യാത്ര ചെയ്യുന്നത്. ഇനി നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നു. അതിനുശേഷം ഒരു 2-3 സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോവാം. വണ്ടി എടുക്കാൻ പറ്റുമോ? വണ്ടി എടുക്കാൻ പറ്റുമോ? വണ്ടി എടുക്കാനുണ്ടോ? നിൻ്റെ വണ്ടി എടുക്കാൻ പറ്റുമോ? എൻ്റെ വണ്ടി ശ്രമിച്ചു നോക്കാം, ഉറപ്പില്ല. നിൻ്റെ വണ്ടി എനിക്ക് തോന്നുന്നുണ്ടോ എടുക്കാൻ പറ്റുമോ? എന്തേന് ഇനി പോണ സമയം അതിന് വെള്ളം ഇല്ലല്ലോ കുപ്പിയിൽ. എന്നാ കുപ്പി ഉണ്ടായി? ഇല്ല, കുപ്പി റൂമിൽ ഇരിക്കുന്നു. താക്കോല് റൂമിൽ പോയിട്ട് കുപ്പി എടുക്കാൻ എടുക്കണ്ടേ? ഞാൻ റൂമിൽ പോകണം നട്ടാൽ മതിയായിരുന്നു തോന്നുന്നു. അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ വീണ്ടും ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. തുടക്കം ആയതുകൊണ്ടായിരിക്കും കുറച്ച് മൈലേജ് കുറവാണ്. അപ്പോൾ ഇനി നമ്മൾ യാത്ര തിരിച്ചിരിക്കുന്നത് നമ്മുടെ എക്കോ പോയിൻറ്റിലേക്കാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ടൗണിലൂടെയാണ് വന്നത്. നല്ല ക്രൗഡഡ് ആണ്. ഇനിയിപ്പോൾ എക്കോ പോയിൻറ്റിൽ എങ്ങനെയാണെന്ന് അറിയില്ല. നല്ല തിരക്ക് കാണുമായിരിക്കും സ്വാഭാവികമായിട്ടും. പിന്നെ ഇവിടുത്തെ ഒരു തണുപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നല്ല വെയിലുണ്ട്. ഇപ്പോഴാണ് ജസ്റ്റ് ഒന്ന് തണുപ്പ് കുറഞ്ഞു എങ്കിലും തണുപ്പ് പൂർണ്ണമായിട്ടും ഇല്ലയെന്ന് പറയത്തില്ല കേട്ടോ. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും എന്താ പറയുക, കഴുകിയിടുക അങ്ങനെയൊന്നും ഉദ്ദേശിച്ചെങ്കിലും ഇങ്ങോട്ട് വരിക വേണ്ട, കാരണം ഒന്നും ഉണങ്ങത്തില്ല. അപ്പം സ്പെയറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉടുപ്പോ അങ്ങനെയൊക്കെ എടുത്തേക്കണം. ഞങ്ങളാണെങ്കിൽ ലഗേജ് കുറയ്ക്കാൻ വേണ്ടി മാക്സിമം ഡ്രസ്സ് കുറച്ചാണ് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഇന്നലത്തേലും മൊത്തം നനയുകയും ചെയ്തു. ഇന്നലെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഫുള്ള് നനഞ്ഞു. അപ്പോൾ പെട്ടു ഞങ്ങൾ. പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. എന്നിട്ട് വെയിലിൽ ഉണങ്ങും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് ഏകദേശം 13 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ എക്കോ പോയിൻറ്റിലേക്ക്. ഇതെന്താ വണ്ടി ഇടിച്ചോ? എനിക്ക് ഒന്ന് വണ്ടി തട്ടി വീണു എന്ന് തോന്നുന്നു. ഗ്ലാസ്സൊക്കെ പൊട്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മൂന്നാറിൻ്റെ വ്യൂവിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. കുറേ കൊച്ചു കൊച്ചു വീടുകൾ, മല, പിന്നെ തേയിലത്തോട്ടം പറയണ്ടല്ലോ. ഇപ്പോൾ സമയം 10:15. ഇപ്പോൾ ഷോപ്സൊക്കെ ഏകദേശം തുറന്നു വരുന്നതേ ഉള്ളൂ. പക്ഷെ ആൾക്കാർക്ക് യാതൊരു പഞ്ഞും ഇല്ല കേട്ടോ. നിറയെ ആളാണ്. ആക്ച്വലി തേയിലത്തോട്ടത്തിൻ്റെ നടുക്കോട്ടൊക്കെ ഇറങ്ങി നിന്നിട്ട് 2 ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും നടക്കില്ല. കാരണം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇനി അവർ വല്ല
ഫൈനും അടിക്കും. വേണ്ട, എന്തിനാ വെറുതെ. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ഭംഗി. ചുമ്മാ ഒരു രസം. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് 3 ദിവസത്തേക്ക് പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷേ ഒന്നിന് സമയം തികയത്തില്ല കേട്ടോ. ഇവിടെ വന്നാൽ ഒരു സ്ഥലവും കണ്ടു തീർക്കാനായിട്ട്, അതായത് പൂർണ്ണമായിട്ട് കണ്ടു തീർക്കാനായിട്ട് തികയത്തില്ല. കാരണം കുറേ സ്ഥലം ഇവിടുന്ന് 13 കിലോമീറ്റർ ഉണ്ട് നമ്മൾ സ്റ്റേ ചെയ്തെടുത്തുന്ന എക്കോ പോയിൻ്റ്. പിന്നെ അതുപോലെ നമ്മൾ സ്റ്റേ ചെയ്തെടുത്ത് വേറൊരു 18 കിലോമീറ്റർ ഉണ്ട് അടുത്തൊരു വ്യൂ പോയിൻ്റ്. അപ്പം അങ്ങനെ ഡിസ്റ്റൻസ് അത്യാവശ്യമുണ്ട്. ഇപ്പോൾ 13 കിലോമീറ്റർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത്രയല്ലേ ഉള്ളൂ. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ അങ്ങോട്ട് 13 കിലോമീറ്ററൊക്കെ ഏകദേശം 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ കൊണ്ടുപോകും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. കുറച്ച് നല്ല വളവും തിരിവും ഒക്കെ ഉണ്ട്. പിന്നെ റോഡ് അത്രയ്ക്ക് നല്ലതൊന്നുമല്ല. കുറച്ച് കെയർഫുള്ളായിട്ട് പോകേണ്ടി വരും. അപ്പോൾ കുറച്ചുകൂടെ സമയമെടുക്കും. സോ അതാണ് നമ്മൾ കുറേ നേരം ഹോട്ടലിൽ അധികം ഉഴപ്പി നിൽക്കരുത്. ഞങ്ങൾക്ക് പറ്റിയത് അതാണ്. ഞങ്ങൾ ഹോട്ടലിൽ തന്നെ നിൽക്കുന്നത്. അവിടെ കുതിരയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പണ്ട് കൊച്ചായിരിക്കുമ്പോൾ കുതിരയിലൊക്കെ കയറിയിട്ടുണ്ട്. ചുമ്മാ നടത്തിച്ചിട്ടേ ഉള്ളൂ. ഇവിടെയും കയറ്റുന്നുണ്ട് തോന്നുന്നു, ഒരു ഫീസൊക്കെ വെച്ചിട്ട്. കയറി നോക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. കൊള്ളാട്ടോ, നല്ല തിരക്കുണ്ട് കുതിരപ്പുറത്ത് കയറാൻ. ഗ്ലാസ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനും കുതിരപ്പുറത്ത് കയറാൻ ആഗ്രഹമുണ്ടെന്നാണ് പറയുന്നത്. നോക്കട്ടെ, തിരിച്ചു വരുമ്പോൾ പറ്റുമെങ്കിൽ കയറാം. മിക്കവാറും നടക്കത്തില്ല. കാരണം അടുത്തത് തിരിച്ചു വരുമ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങൾ കണ്ടു തീർക്കാൻ തന്നെ സമയമില്ല സത്യത്തിൽ. 3 ദിവസമൊക്കെ ചുമ്മാ പോകും സമയം. ഇപ്പോൾ കുറച്ചുകൂടെ തണുപ്പ് കൂടിയും തോന്നുന്നു. ഗ്ലൗസിനകത്തൂടെയൊക്കെ കാറ്റടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വെള്ളത്തിനൊന്നും യാതൊരു ക്ഷാമവുമില്ല. കാരണം ഏതൊരു പാറ കണ്ടാലും അതിലൊക്കെ വെള്ളം തന്നെ ഉണ്ടാവും. ഈ ഒരു ടൈമിങ് പക്കയാണെന്ന് തോന്നുന്നു എനിക്ക്. ഇനി ഇതിനെക്കാട്ടി നല്ല ടൈം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഇപ്പോൾ പക്കയാണ്. ഇപ്പോൾ വരാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉടനെ വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ ഒരു ചൂട് മാത്രം ആണെങ്കിൽ ശരിയാവില്ല. തണുപ്പ് തന്നെയാണ് ആ ഒരു ഹൈലൈറ്റ്. പിന്നെ മൂന്നാറിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കധികം മഴയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ പ്രോബ്ലം ഇല്ല. മഴ ആയിരുന്നു എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു ചടങ്ങാവും. എന്നാലും ഞാൻ ഇത്രയും നാളായിട്ട് മൂന്നാർ വന്നില്ലല്ലോ. ആ മലയൊക്കെ കണ്ടോ, ഫുള്ള് മഞ്ഞാണ് അവിടെ. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലേസിലെത്തിയിരിക്കുകയാണ്. കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഭയങ്കര ഡിലേ ആണ്. അതായത് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് അവിടെ പോയിരുന്നെങ്കിൽ തിരിച്ച് വരുന്ന വഴിക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. കുറേ സമയം എടുത്തേ നമ്മൾ പോകാറുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്.
ഇത് ഏത് ഡാം? പോണോന്ന്, ഇവിടെ നിൽക്കരുതെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം. What is happiness? This is my happiness. ഒരു ബോട്ടിംഗ് സെൻ്ററൊക്കെ ഉണ്ട്, സൺമൂൺ വാലി ബോട്ടിംഗ് സെൻ്റർ. എന്തായാലും നേരെ എക്കോ പോയിൻ്റ്. ഇവിടെ ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഹോഴ്സ് റൈഡിങ്, പിന്നെ ബലൂണൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വെടിവെച്ച് പൊട്ടിക്കണം, ബോട്ടിങ്, കൊള്ളാം. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടോ, ഇവിടെ വന്നാൽ ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അതായത് നമ്മുടെ എക്കോ പോയിൻ്റ് പോകുന്ന ഒരു വഴിയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ആന വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് മിക്കുള്ള ആൾക്കാർ ഇവിടെ വരുമ്പോഴാണ് ആനയൊക്കെ കാണുന്നത്. അതായത് അവിടെയൊക്കെ വന്ന് ആനകൾ നിൽക്കാറുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. മരമൊക്കെ മറിഞ്ഞ് കിടക്കുന്നു. ഇനി ആന മറിച്ചിട്ടാണോ എനിക്കറിയില്ല. എന്തായാലും ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ ആനയൊന്നും കാണുന്നില്ല. നമുക്ക് ഭാഗ്യമില്ല. തൽക്കാലം നമുക്ക് ആനകളെ ഒന്നും കിട്ടിയിട്ടില്ല. എന്താ പറയുക, കുറച്ച് പശുക്കളെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ പശുക്കൾ ഇവിടെയൊക്കെ നിൽക്കുന്നതിനെക്കാട്ടി ആ ഒരു മലമുകളിലൊക്കെ നിന്നിരുന്നേ കുറച്ചുകൂടെ ഒരു ഭംഗിയുണ്ടാവും. പക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ ഒരു ഫോട്ടോ എടുത്ത് തരുമോ? ഞാനാ? കൈ വെച്ചിട്ട് ഫോട്ടോ എടുക്കാം. അല്ലേ, എൻ്റെ ഫോട്ടോ ആൾക്കാർ എടുക്കാറില്ലേ? അല്ലെങ്കിൽ നീ എടുത്ത് ചുമ്മാ ഇങ്ങനെ ഈ ഒരു ആംഗിൾ കിട്ടണം. ഞാൻ കുറച്ച് താഴോട്ട് ഇറങ്ങി നിൽക്കാം. ആകാശം കിട്ടണം. അറിയാം, നീ നോക്കിട്ട് പോ. ഇറങ്ങാ. അവർ പോയാ? രണ്ടുപേരും പോയാ? ഒരാൾ ചുമ്മാ നോക്കിയാണ് അങ്ങോട്ട്. അത് പശുവിനെ വയ്ക്കാൻ വന്നതല്ലേ? ഇറങ്ങാനും പാടായിരിക്കും, കയറാനും പാടായിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിക്കൂടാന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇറങ്ങാം. സിഗ്നൽ മറ്റേ കാക്ക. അപ്പോൾ ഒരാളെ മുകളിൽ നിർത്തിയിട്ട് താഴോട്ട് ഇറങ്ങി നോക്കാം. എടാ ഞാനും കൂടെ വരട്ടെ, ചാണകമൊക്കെ എടുപ്പുണ്ടേ. എൻ്റെ ഷൂസ് തെറ്റാൻ ചാൻസ് ഉണ്ട്. എന്തുവാടേ?
ഒന്നാമത് ഇറങ്ങിക്കൂടെന്ന് പറഞ്ഞ്. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരെങ്കിലും വന്നാൽ അവൻ ദൈവത്തിന് തന്നെ വിളിക്കുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. നമ്മളെ വിളിച്ചിട്ട് എന്തോ ഇത് കയറി എത്തുമ്പോൾ ഒരു നേരമാവും. ചോദിച്ചാൽ മൂത്രം ഒഴിക്കാൻ അറിഞ്ഞാൽ മതി. അങ്ങ് ഇറങ്ങാനൊന്നും പറ്റൂലെന്ന് തോന്നണം അല്ലേ? ഡേ എന്നെ കൊണ്ടു പതുക്കെ പോ. ഈ ഷൂസിന് വലിയ കോൺഫിഡൻസ് ഇല്ല. ഇനി ഒരെണ്ണം ചവിട്ടുമ്പോഴേ തെന്നിപ്പോയാൽ ആലോചിച്ച് അങ്ങ് വരെ പോവും. കുരങ്ങ് വല്ലതും ചെയ്യോ? വേറെ ഇല്ല, ഈ പേടിയാണ്. കുരങ്ങന്മാർ ഭയങ്കര ഉപദ്രവമാണെന്ന് കേട്ടിട്ടുണ്ട്. ഡാമിലുള്ളതുകൊണ്ടായിരിക്കും, പായലായിരിക്കും അല്ലേ? അവൻ്റെ ഇതൊക്കെ എടുക്കും കേട്ടോ, കുറച്ച് ഫ്രണ്ടിലോട്ട് വരുത്തേ. കഴിക്കാൻ കൊടുക്കാനൊന്നുമില്ല. ആരാവനെ? ഓ എനിക്ക് വയ്യ. എല്ലാ വീഡിയോ കിട്ടുന്നുണ്ട് ഇതൊക്കെ. ഇങ്ങനെ ഇങ്ങനെ സിമ്പിൾ. അതെ, എന്തോ തെറ്റിയടിച്ച് താഴെ പോയി ഡാമിൽ വീണ്. ഡേയ് ഒരാൾ താഴെ പോയെന്ന്. ഇത് വല്ല കഴിക്കാൻ കിട്ടുമെന്ന് നോക്കണേ ഉള്ളല്ലോ എന്നാണ്. ബിസ്ക്കറ്റ് ഒന്നും തരണില്ല. സാധാരണ ആൾക്കാർ ബിസ്ക്കറ്റ് ഒക്കെ തരും. ഞാൻ പോവുകയാണ്, ഇങ്ങനെയാണ് ഞാൻ കളിക്കുള്ളത്. ഒരുത്തതാ പോയി. ഇതാണ് എക്കോ പോയിന്റ്. ഓ അതുകൊണ്ടാണ് ഇതിന് എക്കോ പോയിന്റ് എന്ന് പറയുന്നത്. ഓ എനിക്ക് വയ്യ. ഇന്ന് നമ്മൾ കോയിച്ചാവും. ഇത് കൊള്ളാല്ലേ അത്? നീ വിളി. നീ അല്ലേ അവിടെ ഫോട്ടോ എടുക്കുമ്പോൾ എൻ്റെ ഇടയ്ക്ക് കയറി നിൽക്കാം, ശല്യപ്പെടുത്താം. ഇവിടുന്ന് പാസ് എടുത്താലേ കയറ്റു. നമുക്ക് ഇവിടെ നിന്ന് വിളിച്ചിട്ട് പോയാലോ? അയ്യേ എന്താ ഇങ്ങനെ? അപ്പൊ എനിക്ക് മാത്രം കുഴപ്പം. എല്ലാ കാരണമുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്, എന്തിനാ ഇങ്ങനെ ഇത്? ഇല്ല ഇല്ല അത് ഇടൂല. കലാപരിപാടി കളിക്കോ? കൂവ് ഇവിടെ ഇറങ്ങി നിന്നിട്ട് പോവാ. അതിനകത്ത് കയറാൻ പറ്റുമോ? ഈ ബോട്ടെടുത്ത് തള്ളി വെള്ളത്തിലോട്ടിട്ട് ഇറങ്ങോ? എന്തായാലും പിടിച്ച് കയറ്റുവര്. ക്രോക്കഡൈലാടാ. ഒന്നുമില്ല, പ്രായത്തിൻ്റെ നീ ആദ്യം അതിട്.
ഒരു ലൈറ്റ് ഉണ്ട് നില്ല പോയാലും മാത്രം കിട്ടും, വേറെ ഒന്നും കിട്ടൂല. പേര് വിളിച്ചത് നീ വിളി, നീല ഞാൻ ഇതിനകത്ത് ഒരു പടാര ശബ്ദമായിരിക്കും. പോവാ, നീ ടെൻഷൻ അടിക്കുന്നു. നമ്മളെ ഭാഗത്ത് പിള്ളേരുണ്ട്, ഇമ്പ്രസ് ചെയ്യരുത് കൂവി. ഞാനൊരു കൂവൽ മാസ്റ്റർ കേട്ടോ. ഒരുപാട് കൂക്ക് കേട്ടിട്ടുണ്ട് കേട്ടോ. ആൾക്കാരെ നീ നോക്കണം, നീ കൂവ് അല്ലെ കൊരവള്ളി കൂക്കല്ലേ. അവ ഇട്ടേ കണ്ട കല്യാണത്തിന് പോകാൻ ഇട്ടത്. എടേ മാസ്റ്റർ പീസ് ഇറാ. ചിലപ്പോ ഫാൻസ് ആവും കേട്ടോ, പറയാൻ പറ്റില്ല. എല്ലാവർക്കും പിടിച്ച് ഇത്ര എത്തും ഒരു ഇവിടെ പൈസ ചോദിച്ചു നോക്കാം. നമുക്ക് പോവാം, നീ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തോ. ഫോട്ടിങ് ഉണ്ടോന്ന് ചോദിച്ചു നോക്കാം. തിരിക്കണം ഫ്രണ്ടിലോട്ട് ഓട്ടാ. അപ്പോൾ അങ്ങനെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പെഡൽ ബോട്ടിംഗ് ആണ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, ഒരു പിടിയില്ല. നിനക്ക് നീന്താ അറിയില്ലേ? അവന് നീന്താ അറിയില്ല. ഇത് ഇങ്ങനെ പോണം, നമുക്കൊരു ഡയറക്ഷനിലോട്ട് പോകണം. അങ്ങോട്ടേ കല്ലേ ഇതേ നടുക്ക് പോയിട്ട് കാല് കഴിച്ചാൽ എന്ത് ചെയ്യോടാ? അപ്പുറം താഴെ പോകല്ലേ? എന്തിനാ നമ്മുടെ താഴെ ഒന്നും പോണില്ല. പോണ പട്ടി ഒരു താഴെ വീണ പേടിച്ച് നീ ചാവും. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകണം, അങ്ങനെ കറങ്ങി പോവാ. നടുക്കൂടെ പോണല്ലേ അടിപൊളി. എടാ ഇത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല, എങ്ങോട്ടേക്ക് പോണ്. അപ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട, പുള്ളിക്കാരൻ തന്നെ എല്ലാം ചെയ്തോളാന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിങ്ങനെ റെസ്റ്റൊക്കെ എടുത്തിങ്ങനെ പോവാണ്. വെള്ളമൊക്കെ കിട്ടും. അയ്യമ്മ എന്താടാ എങ്ങോട്ട് പോണ്ടാ? ദൈവമേ, കാലം അടയ്ക്കണ്ടേ പറയണേ, കുറച്ച് ഞാൻ ചവിട്ടാ. എന്തായാലും പൈസ കൊടുത്തല്ലേ, മുതലാക്കട്ടെ, അതൊരു ചവിട്ട്. എനിക്കറിയാം, ഞാൻ നീന്തിപ്പോവും. നീ വരണ്ട, നീ വരണ വല തൊള്ളാർന്ന് പറ. നിനക്ക് വരണോ? വെയിലില്ലെങ്കിൽ നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ കിടക്കണം, ഫിഷ് ചെയ്യും. ചിലപ്പോ എനിക്കൊന്ന് അവർക്ക് കേൾക്കായിരിക്കും. മറ്റേ ബോട്ട് തന്നെങ്കിൽ നോക്കിയായിരിക്കും ഒത്തിരി ചവിട്ട് ചവിട്ട്. എങ്ങനെയൊക്കെയോ പോകുന്ന അമ്മേ. തിരിഞ്ഞ് ഇതിന്റെ ഞാൻ അവിടെ ആക്കാം, എന്നിട്ട് അവരോട് വിളിച്ചോണ്ട് വരാം. പെട്ടെന്ന് പോയാലും മറിയും, പെട്ടെന്ന് പോയാൽ മറിഞ്ഞങ്ങ് വീഴും. അങ്ങനെ നമ്മൾ ഒരു തൊഴിലാളിയെ വെളിയിലാക്കിയിട്ട് മറ്റൊരു തൊഴിലാളിയെ അകത്ത് കയറ്റിയിരിക്കുകയാണ്. തൊഴിലാളി ചവിട്ടും, തൊഴിലാളി ചവിട്ടും. അങ്ങോട്ട് പോ. എക്സ്ക്യൂസ് മീ ചേട്ടാ, പതുക്കെ പതുക്കെ. ടെക്നോളജി എത്ര പോരാ.
വണ്ടി എക്സോസ്റ്റ് നോട്ട് അത്ര സുഖകരമുള്ള എക്സോസ്റ്റ് നോട്ട്. നമ്മൾ ഈ സർവൈവൽ പോലെയൊക്കെ ഒരു ബോട്ട് നമ്മൾ കുറച്ച് ആഹാരം സെറ്റ് ചെയ്ത് ആരോട് അല്ല ആര് തരണം. മറ്റേ സ്ലോ മോഷനാണ്. ഞാൻ ഇനി എത്തിയോണ്ടാണ് ഞാൻ സ്ലോ മോഷൻ ആയത്. കുടിച്ച് ഇങ്ങനെ കിടക്കണം. അങ്ങനെ ആരോ കിടന്നാണ് തോ കിടക്കുന്നത്. അസ്ഥി എടുക്കുമ്പോ തലയോടി പോയി മറ്റേ അടിഞ്ഞു കൂടിയ ബോട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ അതുവരെ ഒരാൾ പോയിട്ടുണ്ട്. ഇനി അതാണ് തോ കിടക്കുന്നത്. ഇനി അവരെ പോയി അടിഞ്ഞു കൂടിയ അടുത്ത ആൾക്കാർ അതുവരെ പോവാൻ കേട്ടോ. ഇത് നമ്മുടെ ബോട്ട് എടുത്ത് അവിടെ ഇടും. ഇങ്ങനെ പോണല്ലേ? ഇങ്ങനെ അങ്ങ് പോണം. പോയിക്കൊണ്ടേയിരിക്കണമെന്നാ. കൊള്ളാം. അവിടെ ഇരിക്കുന്ന ഒരു ബാഡ് ബൈക്ക് ഉണ്ട്, അത് അവന്മാരങ്ങ് എടുക്കും. കൂട്ടത്തി ആ ബംഗാളിയെ ജോലിക്ക് നിർത്തും. വണ്ടി ലോക്ക് ചെയ്ത് ഇവിടെ പോയി എന്നാലും ആംഗിൾ ശരിയില്ല. പാർക്കിംഗ് സ്കിൽസ് ഇതിനാണ് കഴിക്കാൻ മറ്റേ ഊതുന്ന സാധനമല്ലേ? അത് ഊതുന്ന അല്ലെന്ന് തോന്നുന്നു, എന്തോ കഴിക്കുന്നതാന്ന് തോന്നുന്നു. ആ കട കണ്ടിട്ട് നിനക്ക് ഊതുന്ന എന്തെങ്കിലും വെക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആരും കണ്ടില്ല. നൈസ വന്ന് പിടിച്ചിറങ്ങി എടുത്ത് എടാ ഒരു വൈൻ ബോട്ടിലും കൂടി എടുത്തു തരാൻ പറയടാ. കണ്ടിട്ടുണ്ടാവും. എനിക്ക് സിനിമ പേര് ഓർമ്മയ്ക്കില്ല. നോക്കടാ, അതിന് എല്ലാം അറിയാം. കവർ പൊട്ടിച്ച് തിന്നാൻ അറിയാം. അത് കളഞ്ഞ് ഇതാണ് നമ്മളെ കുറച്ച് ബുദ്ധിയാണ്. എടാ അവിടെ ആരുടെ ആ ഒരു മുട്ടായി മാത്രമായിട്ട് കൊണ്ടുവച്ചത്? അതിനെ എടുക്കാൻ വേണ്ടി വെച്ചതാണെങ്കിലാ. കട മൊത്തം തുറന്നു വെക്കേ. ശരി, ആരും കണ്ടില്ല കേട്ടാ. അവര് കണ്ടിട്ട് അടിക്കുന്നുണ്ട്. അത് അഭിനയിക്കുന്നതാണ്. ശരിയാണ്, മാറി നിന്നിട്ട് കയറാം. ചെറുക്ക വീഡിയോ ഒക്കെ എടുക്കേണ്ടത് നോക്കിയാണേട്ടാ. എന്ത് വേണം, അടുത്ത് എന്ത് വേണം? നെയ്യൊക്കെ ഇരിപ്പോണ്ട് ഇനി അടുത്ത കുപ്പി മതി എന്നാണ് തോന്നണേട്ടാ. ചുമ്മാ എടുത്തോ. എന്തോ നെയ്യും താഴെയിട്ട് വേറെ എന്തോ ഒരു സാധനം താഴെ ഇട്ടു എടുത്തോണ്ട് വന്നാ മതിയായിരുന്നു. സീരില്ലേരുന്നത്. ശരിയാ. ആ വന്ന് താഴെ വീണ് ആദ്യം എടുക്കണം. കൊള്ളാം. നെയ്യ് എടുക്കൂടാ. അത് കുഴപ്പമില്ല. ചുമ്മയാണ്. ശവൻ ചുമ്മയെന്ന്. ചെറുക്കൻ കില്ലാടി തന്നെയില്ലേ? ആളില്ലാത്ത കട നോക്കി വന്ന് എല്ലാം എടുത്ത് കഞ്ചാവായിരിക്കും. അയ്യോ, നശിപ്പിച്ചു. അത് താഴെ തള്ളിയിട്ട് നോക്കണം. അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ എക്കോ പോയിൻ്റൊക്കെ കണ്ടു. ചെറിയൊരു ബോട്ടിംഗ് ഒക്കെ നടത്തി. ഇനി അടുത്ത ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇങ്ങോട്ടാണ് ടോപ്പ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അപ്പം മൂന്നാർ എന്ന് കേൾക്കുമ്പോൾ ഞാൻ എക്കോ പോയിൻ്റ്, ടോപ്പ് സ്റ്റേഷൻ ഇത് രണ്ടും ഞാൻ മെയിനായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ആന വണ്ടി അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ടോപ്പ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് ഇറങ്ങി നിൽക്കാൻ തോന്നുന്നു കേട്ടോ. ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ കാർ എന്താ താഴെ പോയോ?
ഒരുപാട് ബൈക്കേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതായത് കൂടുതലും ബൈക്കേഴ്സാണ്. അത് വേറൊരു ഫീലാണ് സത്യത്തിൽ. ഇപ്പോൾ ചെറുതായിട്ട് തണുപ്പും തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. മൊത്തം ചെളി അടിച്ച് തെറിപ്പിച്ചു. ഇപ്പോൾ സമയം ഏകദേശം 12:51, അതായത് 1 മണി അടുപ്പിച്ചാവാറായി. ഇനി നമ്മളവിടെ എത്തുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. ഇവിടുന്ന് ഏകദേശം ഒരു 18 കിലോമീറ്റർ എന്തോ ആണ് എന്ന് തോന്നുന്നു നമ്മുടെ ടോപ്പ് സ്റ്റേഷനിലേക്ക്. ഡിസ്റ്റൻസ് കുറവാണെന്നുണ്ടെങ്കിലും വഴി അത്ര പോരാത്തത് കൊണ്ട് പിന്നെ എപ്പോൾ വേണമെങ്കിലും വണ്ടികളൊക്കെ ഇങ്ങനെ വന്നിറങ്ങും. അപ്പോൾ പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. അവിടെയൊക്കെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. നമ്മുടെ ടോപ്പ് സ്റ്റേഷനിൽ കിടക്കാഴ്ച മഞ്ഞായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ വീണ്ടും തണുപ്പ് കൂടി. ആ പോയിന്റ് എത്തിയില്ല, ഞാൻ ഈ മഞ്ഞുണ്ടെന്ന് പറഞ്ഞില്ല, ആ പോയിന്റ് എത്തിയപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. ശരി, വഴി മുടക്കി നിൽക്കുക. എന്താണ് ഉദ്ദേശം? ഇങ്ങനെ നേർക്ക് നേർ നിൽക്കുവാണെന്ന് തോന്നുന്നു. മാറാൻ യാതൊരു ഉദ്ദേശവും ഞാൻ കാണുന്നില്ല. തൽക്കാലം പോയി നോക്കാം. ഇടിക്കരുത്. ടാറ്റാ. നമ്മളൊക്കെ ആരെന്നാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്. ഇത് എൻ്റെ വഴി, എൻ്റെ വീട്. വില്ലേജ് ബ്യൂട്ടീസ്. നോക്കി വിഷയം കഴിഞ്ഞല്ലേ. मेरा फ्रेंड्स कहाँ है? ശരി, ഇപ്പം ഞാൻ മാത്രമായോ? സോളോ റൈഡായെന്ന് തോന്നുന്നു കേട്ടോ.
എന്തോന്നേ അത് നോക്ക്, വെള്ളമൊക്കെ വീഴുന്ന അതിന്റെ മേളിൽ കുറച്ച് ബിൽഡിങ്സ്. ഇരിക്കുക വയ്യ. ഏത് നീ മലയാണോ നോക്കണ? ഞാൻ മലയും കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് പറഞ്ഞ. ഒരു തുറന്ന തമിഴ്നാടായിരിക്കും ആയിരിക്കും കൊറേ. നമ്മള് മറ്റേ അന്ന് പോയില്ലേ തിരുനെല്ലി, ആ സ്ഥലം മല കണ്ടില്ല. ഓ വെസ്റ്റേൺ കട്ട്. ഒരു മലയുടെ ഇപ്പുറത്ത് കേരളം, ഒരു മലയുടെ ഇപ്പുറത്ത് തമിഴ്നാട്. നമ്മൾ ആലോചിക്കും, നമ്മളിങ്ങനെ കുറച്ച് അവിടെ ടൈം ട്രാവലിൽ ഇങ്ങനെ നമ്മൾ ഒരു ട്രെയിനിൽ പോയിക്കൊണ്ട് ടൈം ട്രാവൽ ഇപ്പോഴത്തെ സമയം നമ്മളിങ്ങനെ പോയിക്കൊണ്ട് കാണുമ്പോൾ കൊതിയാണ്. മറ്റേ മുട്ടാണ്ടല്ല മധുരം. അമ്മ നീ കഴിക്കണ്ട, നീ കഴിക്കണ്ട. എവിടെ വെച്ച് കഴിച്ചാ? ഓ ചുമ്മാ നോക്കിയ നിന്റെ ക്യാരി ഇരിക്കുന്നു. ഫോട്ടോ എടുക്കണ്ടേ? ഇതെന്താ റെയിൽവേ സ്റ്റേഷനാ? അപ്പോൾ നമ്മൾ നമ്മുടെ ഹിൽ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പാർക്ക് ചെയ്തിട്ട് ഏകദേശം 500 മീറ്റർ ഉള്ളിലോട്ട് നടക്കണം. പകുതി ദൂരം നടന്നു, ഇനി കുറച്ചുകൂടെ ഉണ്ട്. ഇങ്ങോട്ടൊന്നും വണ്ടിയൊന്നും കൊണ്ടുവരാൻ അവർ സമ്മതിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളെപ്പോലെ ഹെൽമെറ്റ് വെച്ചിട്ട് ഇവിടെ നടക്കുന്ന കുറച്ച് ആൾക്കാരെ കൂടെ കണ്ടുമുട്ടി. പോടാ. എന്നെ പോലല്ലേ, നല്ല കുടുംബത്തിൽ യൂണിഫോം ഒക്കെ ഇട്ട് നല്ല പക്ക എല്ലാവർക്കും. ഇതാണ് ടോപ്പ് സ്റ്റേഷൻ, ഇതാണ് ടോപ്പ് സ്റ്റേഷൻ. എല്ലാം ഒരേ ഇതേ കണക്കായിരുന്നില്ല, എല്ലാം ഒരേ കണക്കല്ലേ. ഇതാണ് ടോപ്പ് സ്റ്റേഷൻ. ഇത്ര ഉള്ള അങ്ങോട്ടുണ്ടോ? വിഷയമാണല്ലോ. ഇനി കുളിച്ച് കുട്ടപ്പനായിട്ടിരിക്കുന്നില്ലേ? മറ്റേ വലിയ യൂട്യൂബർ ജിമ്മ് തന്നെ വീട്ടിൽ തുടങ്ങാം. നിന്റെ വീട് എടുക്കുമല്ലോ, വീടൊക്കെ വാങ്ങിച്ചിട്ട് ആ വീട്ടിൽ ജിമ്മാണ്. ഞാൻ അവിടെ എനിക്ക് റൂം കാണാം. വീട്ടിൽ ഈ റൂമിലുള്ള സാധനങ്ങളോ നീ വാങ്ങിക്കണം, അതൊക്കെ ഞാൻ വാങ്ങിക്കും. എന്തോന്നു പാറ്റ വിളിക്കാൻ? അപ്പോൾ അങ്ങനെ നമ്മൾ ഹിൽ സ്റ്റേഷനിലെത്തി. അതെന്തോടാ സൂര്യപ്രകാശം താഴോട്ടടിക്കുന്നതാണോ അതോ മഞ്ഞാണോ? ഒരു വര 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 തോന്നിയോ? മഞ്ഞ് വീണാണ്. എന്നിട്ട് പറയണം തള്ളി ഒരേ കാര്യം തള്ളി എനിക്ക് തന്നെ ഒരുമാതിരി മടുത്ത്. ഇവിടെ നിന്ന് മരിക്കും, മനുഷ്യൻ മരിക്കും. എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇതൊക്കെ വെച്ചിട്ട് കളിത്തൂക്കിയിട്ടെങ്കിലും ചുമ്മാ അവരെ കാണിക്കാനെങ്കിലും നമ്മൾ പോകാൻ ചെയ്തു. അങ്ങനെ നമ്മൾ ഹിൽ സ്റ്റേഷനിലോട്ട് എത്തി. ഇനി കുറച്ചുകൂടെ നടക്കാനുണ്ടെന്ന് തോന്നുന്നു. നല്ല മഞ്ഞുണ്ട് കേട്ടോ, അതായത് മഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ എനിക്ക് ആ ഒരു മലയിൽ അവിടെ കുറേ ബിൽഡിങ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാണാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇപ്പം ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ എങ്ങോട്ടോ ഒരു വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടല്ലോ ദൈവമേ,
ഇവിടുന്ന് വല്ല താഴെ പോവോ? കാണാൻ കഴിയുന്നില്ലേ? ഫുള്ള് മഞ്ഞാണ് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് കുറേ മലകളാണ്. പക്ഷെ ഇപ്പോൾ ഒന്നും കാണാൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ ഇങ്ങോട്ട് മഞ്ഞ് വന്നു കഴിഞ്ഞാൽ വിഷയമായിരിക്കും. ഇവിടെയൊക്കെ മലയുണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ ചെറിയ ബിൽഡിങ്സൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു അവിടെ എങ്ങനെ എത്തും അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. എവിടെ എന്താ ചുമ്മാ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, നിൻ്റെ അമ്മ, നിൻ്റെ അച്ഛൻ, വേണ്ടതാ അങ്ങ് പോണം. അങ്ങനെ നമ്മളൊരു വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ഫുള്ള് ഇറങ്ങി പോകണം തോന്നുന്നു കേട്ടോ. എന്തായാലും അങ്ങ് അറ്റം വരെയാണോ ഉള്ളതെന്ന് തോന്നുന്നു. മഴ തുടങ്ങി. മഴ നശിപ്പിക്കുമോ? രക്ഷയില്ലാത്ത വ്യൂ പോയിൻ്റാണ് കേട്ടോ. അതായത് മഞ്ഞ് മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഏറ്റവും അടുത്ത കുറച്ച് മലകൾ മാത്രം നമുക്ക് കാണാം. അതായത് ഈ ഒരു മല മാത്രം കാണാം. അങ്ങോട്ടൊക്കെ കണ്ടിട്ട് ഫുൾ മഞ്ഞാണ്, ഒന്നും കാണാൻ കഴിയുന്നില്ല. അതിൻ്റെ കൂടെ മഴയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് താഴത്തെ ഷെഡിലും വല്ലതും കയറി നിൽക്കാം അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക ടോപ്പ് സ്റ്റേഷൻ. ചെറിയ മഴ, ആവശ്യത്തിൽ കൂടുതൽ മഞ്ഞ്. അപ്പോൾ നമ്മൾ കുടയൊക്കെ എടുത്തിട്ട് വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. മഴയത്ത് എന്താണ് വൈബെന്ന് അറിയണമല്ലോ. ആക്ച്വലി ഒരു ഹെൽമെറ്റൊക്കെ ഞാൻ തലയിൽ വെച്ചിട്ടുണ്ട്, ഊരിയിട്ടില്ല ഇതുവരെ. പക്ഷേ എന്നിട്ടും കുട എടുത്തിട്ടുണ്ട്, പറന്നെനിക്കുണ്ടല്ലോ. അങ്ങനെ മഴയൊക്കെ കുറഞ്ഞു. വെറുതെ കുടയൊക്കെ എടുത്ത് കുടയൊക്കെ നനച്ചു. ഇനി ഇതെങ്ങനെ ഉണക്കും എന്നാണ് എനിക്കറിയാൻ വയ്യാത്തത്. അപ്പോൾ ഇപ്പോൾ ഈ ഭാഗം ഫുള്ള് മഞ്ഞായിട്ടോ. ഇനി ഈ ഒരു കുറച്ച് ഭാഗത്തൂടെ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ അടുത്തായതുകൊണ്ടായിരിക്കണം വിസിബിളായിട്ടുള്ളത്. മഞ്ഞ് ഇവിടെയും കാണുമായിരിക്കും, എന്നാലും കമ്പാരിറ്റീവ്ലി ഇവിടെ ഭയങ്കര മഞ്ഞാണ് കേട്ടോ. ഇനി താഴോട്ടൊന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങനെയാണ്. ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റും കേട്ടോ. ഇവിടെ നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ടോപ്പ് സ്റ്റേഷനിലെ ഏറ്റവും ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. കാരണം കുറേ ഇറങ്ങി വന്നു. ഇതിനപ്പുറത്തേക്കില്ല കേട്ടോ. ഇവിടെയൊക്കെ അടച്ച് പൂട്ടിയിരിക്കുകയാണ്. കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അവിടെയൊക്കെ നല്ല കുഴിയാണ് ആയിരിക്കുമല്ലോ. മലയുടെ മുകളിൽ കയറി നിന്നിട്ട് താഴെ കുഴിയാണെന്ന്. ഇങ്ങനെ നിൽക്കും. ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും നമുക്ക് ആ മഞ്ഞൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതോ അവിടെ ചെറിയ വെള്ളച്ചാട്ടങ്ങളും, അതും ഒരു വെള്ളച്ചാട്ടമാണോ? ഇവിടെ ഫുള്ള് വെള്ളച്ചാട്ടങ്ങളാണ് കേട്ടോ. മൂന്നാർ വന്നാൽ വെള്ളത്തിനും മഴ മഞ്ഞ് ഇതിനൊന്നും യാതൊരു ക്ഷാമവും ഇല്ല.
മുമ്പൊക്കെ താഴേക്ക് ഇറങ്ങാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ ഇത് വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി എന്തായാലും അങ്ങോട്ട് ഇറങ്ങി നമുക്ക് റിസ്ക് ഒന്നും എടുക്കണ്ട. മുമ്പ് അതുവരെയൊക്കെ പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് സ്റ്റേഷനിലെ വ്യൂ. അങ്ങനെ നമ്മൾ നമ്മുടെ ടോപ്പ് സ്റ്റേഷനൊക്കെ കണ്ട് അവിടുന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം മഴയായിരുന്നു. അപ്പോൾ കുറച്ചധികം നേരം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു എന്താ പറയുക, ബോട്ടിങ്ങോ ഡാമോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ബോട്ടിങ് ഓൾറെഡി ചെയ്തു. അപ്പോൾ അങ്ങോട്ട് പറ്റുമെങ്കിൽ ഒന്ന് കയറണം. ഇപ്പോൾ തന്നെ സമയം ഏകദേശം 5 മണിയായി. അപ്പോൾ എന്തായാലും തിരിച്ച് ഹോട്ടലെത്തുമ്പോൾ നല്ല ഇരുട്ടാൻ ചാൻസ് ഉണ്ട്. 5 മണിയായാലും 12 മണിയായാലും ഇവിടെ തണുപ്പ് കണക്കാണ് കേട്ടോ. പക്ഷേ എജ്ജാതി തണുപ്പാണ്. അതായത് ഗ്ലൗസ് ഒന്നുമല്ല, മറ്റേ ഹീറ്റഡ് ഗ്ലൗസ് അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ കുറേ നേരം കുറച്ച് അവിടെ ഒരു കടയിൽ കുറച്ച് തീയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഗ്ലൗസൊക്കെ വെച്ച് ചൂടാക്കി അങ്ങനെയൊക്കെയാണ് എടുത്തിട്ട് വന്നത്. പക്ഷെ ഒരു കാര്യമില്ല, വളരെ തണുപ്പാണ്. എന്താ പറയുക, നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ ഐസിൽ കിടക്കില്ലേ, അതേ ഒരു ഫീലാണ്. അതായത് ഇങ്ങനെ ക്ലച്ച് ഒന്ന് പിടിക്കാനായിട്ട് കൈ ഇങ്ങനെ അനക്കാൻ വയ്യ, ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ അങ്ങ് പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂടെ എന്താ പറയുക, മൂക്കൊലിപ്പ് വരും, ശബ്ദത്തിന് വ്യത്യാസം വരും. ഒരു രക്ഷയില്ല കേട്ടോ തണുപ്പ്. വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ റോഡ് കുറച്ചുകൂടെ നല്ലതായിരുന്നെങ്കിൽ, അതായത് കുറച്ച് നമ്മളൊരു വളമൊക്കെ വളഞ്ഞ് വരുമ്പോൾ പെട്ടെന്നൊരു കുഴിയായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എൻജോയ് ചെയ്ത് വണ്ടി ഓടിക്കാനും പറ്റുമായിരുന്നു. ഇത് കുറച്ചുകൂടെ കുറച്ചധികം നമ്മൾ റോഡ് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ റോഡിൽ തന്നെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എന്നാലും ഒരു വ്യൂ കണ്ടില്ലേ, ഫുള്ള് തേയിലത്തോട്ടം, പിന്നെ കുറേ മരങ്ങൾ, അതിൻ്റെ മുകളിൽ കോട. ഒരു രക്ഷയില്ല. ആകാശം എവിടെ, മേഘം എവിടെ, ഒന്നും കണ്ടുകൂടാ നമുക്ക്. പല മലകൾ പോലും നമുക്ക് കാണാൻ കഴിയത്തില്ല ഈ ഒരു കോട കാരണം. അപ്പോൾ നമ്മൾ കുണ്ടള ഡാം എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങോട്ട് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ചേട്ടാ അങ്ങോട്ട് വണ്ടി പോവോ? അപ്പോൾ നമ്മൾ ഡാമിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. ചെറുതായിട്ട് തുറന്നിട്ടുണ്ടോ? നോണ്ട, ചെറുതായിട്ട്. ഇപ്പോഴത്തെ റിസർവയർ പോയി നോക്കാം. ഞാൻ അത് തന്നെ നോക്കണം, അല്ല മരം തന്നെ നോക്കണം. എന്താണ് ഉദ്ദേശം? ഇനി ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തോട്ട് വരുമെന്നാണ് എൻ്റെ പേടി. ഇത്തവണത്തേക്ക് വിട്ട് കളഞ്ഞേക്ക് പോട്ട്. സ്നേഹമാണെന്ന് തോന്നുന്നു കേട്ടോ, ഒരു പിടിയും കിട്ടുന്നില്ല. മറ്റേ സ്വർഗം എന്നൊക്കെ പറയും പോലെ അല്ലേ, വെള്ളം, മരം, മുകളിൽ നോക്കും, മരത്തിൻ്റെ ഒരു 3/4 ഭാഗം തൊട്ട് മഞ്ഞ്. ആലോചിക്കാണ് എടുത്ത് ചാടണം. റിവേഴ്സ് എടുക്കണമെങ്കിൽ എച്ചാദിസിലോ ഇതിനകത്ത് പഠിക്കണമെന്നാ വല്ലാത്ത ആഗ്രഹം തന്നെയല്ലോ എനിക്ക്. വല്ലാത്ത ഇതായിപ്പോയി. വലിയ മഴയില്ല. അപ്പോൾ നമ്മൾ ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഇന്നത്തെ യാത്രയൊക്കെ അവസാനിപ്പിച്ചു. അതായത് ഇരുട്ടി തുടങ്ങി. ഇനിയിപ്പോൾ എല്ലാ കടകളും ആൾക്കാരും ആരുമില്ല.
ഇപ്പോൾ സമയം 5:55, അതായത് 6 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിനകത്ത് റൂമിലെത്തും. പിന്നെ റെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ബാക്കി വീഡിയോയുമായി നമുക്ക് നാളത്തെ വ്ളോഗിൽ കാണാം. ബൈ ബൈ. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ ചെക്കൗട്ട് ചെയ്ത് രാവിലെ പോയി ഫുഡൊക്കെ കഴിച്ചു. ഹോട്ടൽ നല്ല ഹോട്ടലായിരുന്നു കേട്ടോ. താമസവും പാർക്കിംഗ് ഒക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. പക്ഷേ ഫുഡിൻ്റെ റേറ്റ് കുറച്ചധികം കൂടുതലാണ്. അപ്പോൾ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഒരു നേരം മാത്രമേ കഴിച്ചുള്ളൂ. ബാക്കിയൊക്കെ പുറത്ത് പോയാണ് ആഹാരം കഴിച്ചത്. അപ്പോൾ രാവിലെയും പുറത്തുനിന്ന് ആഹാരമൊക്കെ കഴിച്ച് മൂന്നാർ കുറച്ചുകൂടെ എക്സ്പ്ലോറൊക്കെ ചെയ്ത് ഇന്ന് ഒരു ഉച്ച കഴിഞ്ഞിട്ട് തിരിച്ചുള്ള യാത്ര തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ പോകുന്ന വഴിക്ക് കുറേ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. കുറേ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്, കുറച്ച് ആൾക്കാരും ഉണ്ട്. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് പേരോ അങ്ങനെയൊന്നുമില്ല. ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് തന്നെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. സത്യത്തിൽ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഈ മരങ്ങൾ തന്നെയാണ് ഇവിടുത്തെ രസം. ഇത് ഒരു ഒഴുക്കും ഇല്ലാത്തൊരാറ്, വലിയ രസമൊന്നുമില്ല അത് കാണാനായിട്ട്. ഇനി എഡിറ്റ് ചെയ്തൊക്കെ നമ്മൾ വല്ല ഫോട്ടോ എടുത്തിട്ടാൽ ഓക്കെ. മരങ്ങൾ തന്നെയുള്ളൂ കേട്ടോ. മരങ്ങൾ നിൽക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. എന്താ വിളവ് കിടക്കുന്നതാണ്. എന്തിനുള്ള എട് നീ സത്യത്തിൽ നല്ലത് ക്യാമറ ഇടറാ തെണ്ടി. സോറി, ആളുണ്ടായിരുന്നോ? സോറി, ഞാൻ നോക്കിയപ്പോൾ ആരുമില്ല. കയറി നിന്ന് ചാടുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ബാക്കി യാത്ര തുടങ്ങും. അതായത് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് പോകാം എന്നാണ് ഉദ്ദേശം. കാരണം തിരിച്ച് നമ്മൾ വീട്ടിലെത്താനായിട്ട് ഏകദേശം 5.5 മണിക്കൂർ യാത്രയുണ്ട്. ഒരു ഇരുട്ടുന്നൊരു വൈകിട്ട് സമയത്ത് എത്തണമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ എത്തൂല. എന്തായാലും ഒരു 9-10 മണിയാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ മൂന്നാറിൽ ഇന്നത്തെ തണുപ്പെന്ന് പറയുന്നത് ഇന്നലെയും മെനിങ്ങാന്നും വെച്ച് നോക്കുമ്പോൾ ഇന്നാണ് കേട്ടോ തണുപ്പ് കുറവ്. അതായത് ഒരു നോർമലാണെന്ന് പറയാൻ പറ്റില്ല. അതിനെക്കാട്ടി ഒരു ചെറുതായിട്ട് ഒരു പൊടിക്ക് മുകളിൽ നിൽക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം ഇപ്പോൾ ഗ്ലൗസ് ഇടാതെ കൂടി എനിക്ക് അത്രയും തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. ചിലപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴൊക്കെ തണുപ്പ് കൂടുതലായിരിക്കും. കാരണം ചെറിയ രീതിയിലൊക്കെ ഉള്ളൊരു മഞ്ഞൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് ചിലപ്പോൾ മൂന്നാറിൽ ഉള്ളൊരു ഇതായിരിക്കും. എന്തായാലും ഇന്നലത്തെ മെനിങ്ങാനത്തെ ആ ഒരു തണുപ്പ് വെച്ച് നോക്കുമ്പോൾ അത്രയും തണുപ്പൊന്നും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്രയൊക്കെ തിരിച്ച് നമ്മൾ മറ്റൊരു വ്യൂ പോയിൻ്റ് തേടിയിട്ടുള്ളൊരു
യാത്രയിലാണിപ്പോൾ. സത്യം പറഞ്ഞാൽ ഫുള്ള് വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ അതൊരു വ്യൂ പോയിൻ്റ് ആണ്. പിന്നെ വ്യൂ പോയിൻ്റ് എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചേക്കുന്ന ഒരു സ്ഥലം തേടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
വഴി അത് ഇതായിരുന്നു, ഇത് മഞ്ഞ വരാം മെയിൻ റോഡ് പോലെ, അത് ചുറ്റി ഇത്ര ചുറ്റി ഇവിടെ നേരെ ചെന്ന് അവിടെ കയറും. അപ്പോൾ നീ നിന്റെ വണ്ടിയിൽ പോകണം. ഇപ്പോൾ നീ ഒഴിയില്ലാത്തടത്ത് പോകാം, അപ്പം ഞാൻ ബാക്കി വരാം. ഇതിനകത്ത് എവിടെയാണ് കുഴിയില്ലാത്തടം?